യഖ്റുജു ഫി ആഖിരി സമാൻ, അവസാന കാലത്ത് പുറത്തിറങ്ങും നാസും ചില ജനത. യഖ്റഊൻ, അവർ ഖുർആനോട്, വയഖൂലൂൻ, അവർ പറയുകയും ചെയ്യും, ഖറഅനാ വഅലിംനാ, ഞങ്ങളാണ് ഓതിയത്, ഞങ്ങളാണ് പഠിച്ചത്, ഫമൻ ദല്ലദീ ഹുവ ഖൈറും മിന്നാ, ഞങ്ങളെക്കാൾ ഖൈറുള്ളവർ ആരാണ് ഇവിടെ ഉള്ളത്? അവർ ഈ സമുദായത്തിൽ ഏറ്റവും ഷർറുള്ള ജനതയാണ്. അന്ത്യനാൾ അവരിലാണ് സംഭവിക്കുക, അവരിൽ അന്ത്യനാൾ സംഭവിക്കുക. ഞാനാണ് യോഗ്യൻ, ഞങ്ങളാണ് യോഗ്യൻ എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? പഠിക്കേണ്ടവരെ പഠിച്ചില്ല. അള്ളാഹുവിന് വേണ്ടി ജീവിച്ച ആളുകളെ നമ്മൾ പഠിച്ചില്ല. ആരും പഠിച്ചില്ല. നമ്മുടെ സമുദായത്തിന് പറ്റിയത് ഇഖ്ലാസുള്ള നേതാവിനെ കിട്ടാതെ അപ്പോൾ അവർ തോന്നി ഒഴിക്കുകയും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഏറ്റവും ആദ്യത്തെ കുറ്റം നേതാവിന് തന്നെയാണ്, അനുയായിക്കല്ല. ജനങ്ങൾക്ക് നന്നാവണം എന്നുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് നന്നാക്കാൻ കഴിയുകയില്ല. നേതൃത്വമില്ലാത്ത ഒരു ജനത നന്നായിട്ടില്ല, അമ്പിയാക്കളില്ലാത്തൊരു ജനതയ്ക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ശുദ്ധരായ ആലിമീങ്ങൾ ഇല്ലാതെ ഒരു ജനതയ്ക്ക് ഹിദായത്ത് കിട്ടിയില്ല. ഇല്ല. എന്തേ അള്ളാഹു തആല അങ്ങനെ ആക്കിക്കൂടെ? അവരൊന്നും ഇല്ലാതെ കൊടുക്കൂല. ഇതാണ് നേതാക്കന്മാർ, അവർ ഹിദായത്തുള്ളവരാണ്, അവരെ പിൻപറ്റുക. എന്തിനാണ് അമ്പിയാക്കന്മാരെ മാസൂമികളാക്കിയത്? ജനങ്ങൾ പകർത്തുന്ന ആളുകൾക്ക് കുറ്റുണ്ടാൻ പാടില്ല. എന്തുകൊണ്ടാണ് അമ്പിയാക്കൾ ദുനിയാവിന് വേണ്ടി കടിപിടി കൂട്ടാത്തത്? എന്തുകൊണ്ട് അമ്പിയാക്കന്മാർ ദുനിയാവിന് വേണ്ടി കടിപിടി കൂട്ടിയാൽ ജനത്തിന് ഹിദായത്തുണ്ടാവില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഒരു നബിയും പൈസക്ക് വേണ്ടി കടിപിടി കൂട്ടിയിട്ടില്ല. കിട്ടിയാലും വേണ്ടില്ല, കുട്ടിയിലും വേണ്ടില്ല. ഒരു ദുനിയാവിന് വേണ്ടി ഒരു നബി കടിപിടി കൂട്ടിയിട്ടില്ല. ഒരു സ്ഥാനത്തിന് വേണ്ടി ഒരു നബി കടിപിടി കൂട്ടിയിട്ടില്ല. ഒരു സ്ഥാനം, ഭൗതികമായ ഒരു സ്ഥാനം കിട്ടണം എന്ന് ഒരു നബി ആഗ്രഹിച്ചിട്ടില്ല. രാജ്യത്തിന്റെ ഖജനാവ് എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു പോയി സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. യോഗ്യനാണ്. ഇന്നി ഹഫീഉൻ അലീം, അങ്ങനെയല്ലേ? ഫലമ്മാ കല്ലമഹു ഖാല ഇന്നക അൽയൗമ ലദൈനാ മക്കീനുൻ അമീൻ ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീഉൻ അലീം. അക്കാലത്തെ ഭരണാധികാരിയോട് ജയിലിൽ നിന്ന് കൊണ്ടുവന്നു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ. ഫലമ്മാ കല്ലമഹു ഖാല ഇന്നക അൽയൗമ ലദൈനാ മക്കീനുൻ അമീൻ. ഭരണാധികാരി യൂസുഫ് നബിയോട് സംസാരിച്ചപ്പോൾ അലൈഹിസ്സലാം, ഭരണാധികാരിക്ക് മനസ്സിലായിട്ട് വലിയ മഹാനാണ്. ഇന്നക അൽയൗമ ലദൈനാ മക്കീൻ, ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ അടുക്കൽ ഒരു സ്ഥാനമുള്ള ആളാണ്. അമീൻ, എല്ലാ വിശ്വസ്തനാണ്, നിങ്ങൾക്ക് എന്തും കൈകാര്യം ചെയ്യാം. ഖാല, അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇജ്അൽനി അലാ ഖസാഇനിൽ അർളി, എന്നാൽ ഖജനാവിന്റെ കൈകാര്യം എന്നെ ഏൽപ്പിക്കണം. ശരിയാണ്. ഞാൻ ഒരു നാട് നന്നാക്കണമെങ്കിൽ ആദ്യം ഖജനാവ് ക്ലിയർ ആകണം. ആ നാടിനെ നന്നാക്കാൻ വേണ്ടിയാണ് യൂസുഫ് നബിയോട് പറയുന്നത്, ആദ്യം എന്ത് ചെയ്യണം? പണപ്പെട്ടിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. കണ്ടോരൊക്കെ തോന്നിയ പോലെ കൈകാര്യം ചെയ്താൽ നാട് നന്നാക്കാൻ കഴിയും. നാട് നന്നാക്കാൻ കഴിയൂല. പറഞ്ഞ 100% ശരിയാണ്. പക്ഷേ ഫതഫക്കറ സനതൻ കാമില, ഒരു കൊല്ലം അയാൾ പിന്തി നിന്നു എന്നതിന്റെ തഫ്സീറിലുണ്ട്. ഫതഅഖറ, പിന്നെ അയാൾ ആലോചിച്ചു ഒരു കൊല്ലം. അത് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ ഖജനാവ് കൊടുക്കുമായിരുന്നു എന്ന് തഫ്സീറിലുണ്ട്. ചോദിക്കാം, എന്തിന് നന്നാക്കാനാ ചോദിക്കണേ? പക്ഷെ ചോദിച്ചു. ആ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു പോയി ആര്? സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം. തെറ്റാണോ? തെറ്റല്ല, നന്നാക്കാൻ വേണ്ടിയല്ലേ? അതെ. പക്ഷെ അധികാരം ചോദിച്ചപ്പോൾ ഒരു കൊല്ലം അല്ലാഹു തആല പിന്തിപ്പിച്ചു. ഇല്ലെങ്കിലോ അപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ച രാജാവ്. അതുകൊണ്ട് അമ്പിയാക്കൾ ഒരിക്കലും ഒരു സ്ഥാനത്തിന് കടിപിടി കൂട്ടൂല. ഇതാണ് സുന്നത്തുൽ ലദീന. ഇന്ന് എല്ലാ സ്ഥാനങ്ങൾക്കും കടിപിടി കൂട്ടുന്നവരെ ജനം കാണുന്നു. അതുകൊണ്ട് ജനം വിശ്വാസം നഷ്ടപ്പെട്ടു. പണത്തിനും സ്ഥാനമാനത്തിനും കടിപിടി കൂട്ടുന്നവരായി പണ്ഡിതന്മാർ അതപ്പതിച്ചു പോയതാണ് ലോകത്തെ ഇന്നത്തെ പ്രശ്നം. അലിമീങ്ങൾ നന്നാകാത്ത ഒരാളില്ല. എന്തുകൊണ്ട്? അവർ നബിമാരാണ്. നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. സിദ്ദീഖുൽ അക്ബർ 1ാമത്തെ ഖലീഫയാണ്. അബ്ദുൽ ഹമീദ് 2ാമൻ 99ാമത്തെ ഖലീഫയാണ്. ഇനി 100ാമത്തെ ഖലീഫ ഇമാം മഹ്ദിയാണ്. അദ്ദേഹത്തെ ഗ്രീസിലേക്ക് നാട് കടത്തുമ്പോൾ എതിരാളികൾ, വഹാബികൾ, യുവതുർക്കികൾ, അവരെല്ലാം അദ്ദേഹത്തെ ശിപ്പായി എന്ന് പറഞ്ഞ് ട്രെയിനിൽ കയറിയപ്പോൾ ഇവർ പുറത്തു നിന്നിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് കളിയാക്കും. ശിപ്പായി എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാത്ത കീഴ്ക്കിടക്കുള്ള ആൾക്കാണ് അക്കാലത്ത് എന്ത് പറയാ. ഇക്കാലത്തും ഞാൻ തന്നെ ശിപ്പായി എന്ന് വിചാരിച്ച് അങ്ങനെയാണ്. അതായത് സൈനിക ഓഫീസിൽ നിന്ന് കടലാസ് ഈ ഓഫീസിൽ നിന്ന് ആ ഓഫീസിൽ എത്തിച്ചു കൊടുക്കുക, ആ ഓഫീസിൽ നിന്ന്. ഇതിനാണ് ശിപ്പായി.
അബ്ദുൽ ഹാമിദ് രണ്ടാമൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഗ്രീസിലേക്ക് നാടുകടത്തുക. അപ്പോൾ അവർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കളിയാക്കാണ് ആര്? ഈ വഹാബികളും യുവ തുർക്കികളും. ശിപ്പായി ശിപ്പായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലൊരു ടവലുണ്ടായിരുന്നു. ആ ടവൽ അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ 2 കഷ്ണാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് 2 ഭാഗത്തേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ശേഷം നിങ്ങൾ ഇങ്ങനെയായി മാറും. നിങ്ങളെ യോജിപ്പിക്കാൻ ഇമാം മഹ്ദിക്കല്ലാതെ കഴിയില്ല. ഉറപ്പു സത്യം. എനിക്ക് ശേഷം നിങ്ങൾ ചിന്ന ഭിന്നമാവും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചാണ്. ഭിന്നതല്ലാതെ എന്താണ് മുസ്ലിമീങ്ങൾക്കുള്ളത്? ഞാൻ എന്ന് പുറത്തായോ അന്ന് ഫലസ്തീനിൽ തുറക്കുന്ന രക്തച്ചൊരിച്ചിൽ ഇമാം മഹ്ദിക്കല്ലാതെ തീർക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞതാണ്. രേഖ എന്റെ കയ്യിലുണ്ട്, ലോകത്ത് കിട്ടാനുണ്ട്. രക്തച്ചൊരിച്ചിൽ തീർക്കൂല. ഇതിലേക്ക് തിരിച്ചു വന്നാൽ ഉമ്മത്തിന് വിജയം ഉണ്ടാവും. പക്ഷേ തിരിച്ചുപോയി. ഉമ്മത്തിനെ പറ്റി നിങ്ങൾ ആരും ബേജാറാവണ്ട. ഉമ്മത്തിന് വലിയ സുവർണ്ണ കാലഘട്ടം വരാൻ പോവുക. തീർച്ചയായും ഒരിക്കൽ പേടിക്കണ്ട. ഒരു പ്രശ്നം ഉണ്ടാവാൻ പോണില്ല. ഉമ്മത്തിന് ഒരു സന്തോഷകരമായ കാലം വരാൻ പോവാണ്. സംശയിക്കേണ്ട. ഉമ്മത്തിന് വളരെ സന്തോഷകരമായ കാലമുണ്ടാവും. സുലഹാക്കൾ അള്ളാന്റെ ആരിഫീങ്ങൾ നേതൃത്വം കൊടുക്കും. 1 നൂറ്റാണ്ടിലേറെയൊന്നും ഒരു ഭൗതികതയ്ക്ക് ഉമ്മത്തിനെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. 1924 2ാം തവണ ഹിജാസിലേക്ക് വഹാബികൾ കയറിയിട്ടുള്ളത്. അവരുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. അവർ അടുത്ത് പടി പുറത്തിറങ്ങും. നിങ്ങൾ എഴുതിച്ചുള്ളൂ. എന്തുകൊണ്ട്? അത് ഭൗതികതയാണ്. ഭൗതികതക്ക് 1 നൂറ്റാണ്ടിനപ്പുറം മുന്നോട്ട് കഴിയില്ല. 800 ചില്ലാനം കൊല്ലം യൂറോപ്പ് ഭരിച്ചു. ആര്? ഉസ്മാനി ഖലീഫമാർ. 800 ചില്ലാനം കൊല്ലം യൂറോപ്പ് ഭരിച്ചു. ഇപ്പോഴും ഭരിക്കുമായിരുന്നു. നമ്മളെ ഉള്ളിൽ നിന്ന് ആളുകൾ അവരെ അപായപ്പെടുത്തിയിട്ടില്ലെങ്കിൽ. അതേ സമയത്ത് 1917 കമ്മ്യൂണിസം അധികാരത്തിൽ വന്നു. 90 പുറത്തിറങ്ങി. എന്തുകൊണ്ട്? ഇത് ഭൗതികതയാണ്. 1 നൂറ്റാണ്ട് തേക്കാൻ കഴിഞ്ഞില്ല. ഒരു സൗകര്യങ്ങളുമില്ല. ഒരു സൗകര്യവും ഇല്ലാത്ത കാലഘട്ടത്തിൽ ലോകം മുഴുവനും ഭരിച്ചു. ലോകം മുഴുവനും എന്ന് പറഞ്ഞാൽ ഇദ്ബാലി റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിൽ കിടന്നിട്ട് സ്വപ്നം കാണാണ്. ഉസ്മാനുൽ ഖാസി റഹ്മത്തുള്ളാഹി അലൈഹി. ഇദ്ബാലി തന്റെ ഷെയ്ഖാണ്. ഇദ്ബാലി എന്നെ നീ ധിക്കരിച്ചാലും ഷെയ്ഖ് ഇദ്ബാലിയെ ധിക്കരിക്കരുത് എന്ന് ബാപ്പ ഇർത്തുൽ ഖാസി റഹ്മത്തുള്ളാഹി അലൈഹി വസിയത്ത്. ഷെയ്ഖ് ഇദ്ബാലിയുടെ മകളെ കല്യാണം കഴിക്കണോ? ആദ്യത്തെ ഖലീഫയായ ഉസ്മാനിയത്തിലെ ആദ്യത്തെ ഖലീഫയായ ഉസ്മാനുൽ ഖാസി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഇദ്ബാലി ഷെയ്ഖ് ഇദ്ബാലി റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിൽ കിടക്കുമ്പോൾ സ്വപ്നം കാണാ. എന്താ സ്വപ്നം കാണുന്നത്? 4 മലകൾ സ്വപ്നം കാണും. 4 മലകൾ സ്വപ്നം കാണും. ഒന്ന് അറ്റ്ലസ്, ഒന്ന് ട്യൂറസ്, ഒന്ന് ബാൽക്കൺ, ഒന്ന് കോക്കസ്. ഷെയ്ഖ് ഇദ്ബാലിയുടെ വീട്ടിൽ കിടക്കുക. അന്ന് അവര് ചെറിയ ഒരു ചെറിയ നാട്ടില് ഒരു ചെറിയ നാട്ടുമൂപ്പൻ മാത്രമാണ് ഇർത്തുൽ ഖാസി. അദ്ദേഹത്തിന്റെ മകനാണ് ഉസ്മാനുൽ ഖാസി. സ്വപ്നം കാണുകയാണ്. പിന്നെ ഷെയ്ഖ് ഇദ്ബാലിയുടെ വീട്ടിൽ കിടന്ന സ്വപ്നം കാണുക 4 പർവ്വതങ്ങളെ. ഒന്ന് അറ്റ്ലസ്, ഒന്ന് ട്യൂറസ്, ഒന്ന് ബാൽക്കണ്, ഒന്ന് കോക്കസ്. ഇതെവിടെയാണ് ഈ പർവ്വതങ്ങൾ? ഇത് ആഫ്രിക്കയുടെ ഇങ്ങേ അറ്റത്താണ് അറ്റ്ലസ് പർവ്വതം. ഏഷ്യയിലാണ് ട്യൂറസ്. ഏകദേശം റഷ്യയുടെ തൊട്ടുകിടക്കുന്ന നാട്ടിലാണ് കോക്കസ്. കിഴക്കൻ യൂറോപ്പിലാണ് ബാൽക്കൺ. ഈ നാടുകൾ മുഴുവനും അവരെ കാലിന്റെ കീഴണം. പിന്നെ 4 നദികളെയും 4 നദികൾ. ഒന്ന് ഡാന്യൂബ്, ഒന്ന് ടൈഗ്രീസ്, ഒന്ന് യൂഫ്രട്ടീസ്, ഒന്ന് നൈൽ. അതിനിടയിൽ ഒരു രത്നമോതിരം പോലെ അതിനിടയിൽ ഇസ്താൻബുൾ. സ്വപ്നം കാണാം. 4 നദികൾ സ്വപ്നം കാണാം. ഒന്ന് ഡാന്യൂബ്, ഒന്ന് നെയ്ല്. എവിടുന്ന നെയ്ല് വരുന്നത്? ആഫ്രിക്കയിൽ. വിക്ടോറിയ തടാകത്തിൽ നിന്ന് വരികയാണ്. വിക്ടോറിയ തടാകത്തിൽ വന്നിട്ട് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ പതിക്കുന്ന നദിയാണ് ഏത്? നെയ്ൽ. എവിടുന്ന വരുന്നത്? ആഫ്രിക്കയിൽ നിന്ന്. പിന്നെ ഒന്ന് യൂഫ്രട്ടീസും ടൈഗ്രീസും ഏഷ്യയിൽ. പിന്നെ ഡാനൂബിൽ ഡാനൂബ് നദി എന്ന് പറഞ്ഞാൽ അത് ഫ്രാൻസിന്റെ ഈ ഓരത്ത് ഇങ്ങനെ ആരംഭിച്ച് ബ്ലാക്ക് സീയിൽ പഠിക്കാം. കരിങ്കടൽ. ഫ്രാൻസ് പോലും ഇവരിന്ന് തിന്നണ്ടെന്നാണ്, തിന്നാത്തൊരു കാലുണ്ട്. ഇത് മുഴുവൻ ഇവരുടെ കയ്യിലായി. ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പും. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. എത്ര കൊല്ലം ഇത് മുഴുവനും കയ്യിലാണ് അബ്ദുൽ രണ്ടാമനും. എത്രയാ സൈന്യം? 3 കോടി. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കി നാടകം നടത്താൻ ഫ്രാൻസ് തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് രണ്ടാമൻ കത്തെഴുതി, നിങ്ങൾ മര്യാദക്ക് നിന്നോളി, എന്റെ വാളിന്റെ മൂർച്ച എന്താണെന്ന് നിങ്ങൾ അറിയും, എന്നെ നബിയെ കളിയാക്കിയാൽ. ഉടനെ ഫ്രാൻസ് പാർലമെന്റ് കൂടി അത് നിർത്താൻ തീരുമാനിച്ചു. ഇതേ വാക്ക് പറയാണ് ആരോട്? ബ്രിട്ടനോട്. മര്യാദക്കുള്ളിൽ വിവരം അറിയും. അന്ന് ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചക്കുട്ടിയാണ് ഇവരെ മുന്നിൽ. 1909 അവസാനത്തെ 99ാമത്തെ ഖലീഫയെ ഗ്രീസിലേക്ക് നാട് കടത്തിയതിന് ശേഷം ബ്രിട്ടനുണ്ടായ ആ നാട് പിടിച്ചടക്കിയപ്പോൾ ഉണ്ടായ പേരാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം. ഒന്ന് ഖിലാഫത്തുർ റാഷിദ. അതിങ്ങനെ അവസാനിക്കുന്നതോടുകൂടെ സ്പെയിനിൽ ആര് വന്നു? താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ ഒരു സമൂഹം വന്നു.
അതിങ്ങനെ അവസാനിക്കാനായപ്പോഴത്തിന് കിഴക്ക് എന്ത് വന്നു? ഉസ്മാനിയത്ത് ചോദിക്കാനും പറയാൻ ആളുകൾ എന്ന് വരെ 1930 വരെ. പിന്നെ അതന്നെ അവരുടെ കാര്യം അഹ്ലുസുന്ന. നമ്മൾക്ക് പറ്റിപ്പോരെന്താ നമ്മൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം പിന്നെ രാജാക്കന്മാരാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് കേട്ടതോടുകൂടെ നമ്മളത് വിട്ടു. പിന്നെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഖിലാഫത്തില്ലാത്ത കാലം ഉമ്മത്തിനുണ്ടായിട്ടില്ല. ഇപ്പോഴല്ലാതെ 1909 ശേഷം ഖിലാഫത്തില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ തുടങ്ങിയ ഖിലാഫത്ത് ഉമ്മത്തിന് നശിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. അതിൽ സുന്നിയല്ലാത്ത ഒരാളും ഇല്ല. ഒക്കെ സുന്നികളാണ്. ഒന്നിരിക്കൽ ഷാഫി, അല്ലെങ്കിൽ ഹനഫി, അല്ലെങ്കിൽ ഹംബലി, അല്ലെങ്കിൽ മാലിക്. അഖീദയിൽ അശ്അരി, അല്ലെങ്കിൽ മതുരിദി. തരീഖത്തിലോ ഒന്നിരിക്കൽ ഖാദിരി, അല്ലെങ്കിൽ റിഫായി, അല്ലെങ്കിൽ നക്ഷബന്ദി, സൂറവർത്തി. അവസാനത്തെ ഖലീഫ ഷാദുലിയ. അദ്ദേഹം തന്റെ ശൈഖിനെ എഴുതിയ കത്ത് ഞാൻ വായിക്കാം, എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഒരുപാട് വിഷയം ഇതിൽ പറയാണ്ട്, ഇത് ഞാൻ ഇന്ന് പറയൂല. എന്നോട് പറയാവുന്നൊരു മനസ്സല്ല. ഞാൻ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീഫയാണ്. പരിശുദ്ധ ഇസ്ലാമിനെതിരെ കളിച്ചാൽ കളി അറിയും എന്ന് പറയാത്ത ഒരു ഖലീഫ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ അള്ളാഹുവിനോട് ജീവിച്ചു, വലിയ പ്രശ്നം ഉണ്ടായില്ല. എന്തിനെ അവർ നേരിട്ടു. അതിനുശേഷം 1909 ശേഷം ഖലീഫയില്ല. ഇപ്പോൾ പരിഹാരം ഉണ്ടാക്കാനോട് കഴിയുകയില്ല. നരനായാട്ടം. എന്നെ താഴെ ഇറക്കിയാൽ പിറ്റേന്ന് ഫലസ്തീനിൽ രക്തച്ചൊരിച്ചിൽ തുടങ്ങും എന്ന് പറഞ്ഞ മഹാനായ ഖലീഫ പറഞ്ഞ വാക്ക് എത്ര വലിയ വാക്കാണ്. ഇന്ന് അവസാനിച്ചിട്ടില്ല, അവസാനിക്കാൻ പോണില്ല. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ അടിയിൽ വജ്രമോതിരം പോലെ എന്ന് പറഞ്ഞാൽ എന്ത്? ഇസ്താൻബൂൾ. അവിടെയാണ് അബു അയ്യൂബ് അൻസാരിയുടെ ഖബർ. അവിടെ തന്നെ അള്ളാഹു ഖബറാക്കി. എന്തേ? അവിടെയാണ് അള്ളാഹിന്റെ ഹബീബിന്റെ ഒട്ടകം മുട്ടുകുത്തിയെങ്കിൽ ലോക മുസ്ലിമീങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തുന്ന സ്ഥലം അതായിരിക്കും. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു യൂറോപ്പിലേക്ക് യുദ്ധത്തിന് പോകുമ്പോൾ വസിയത്ത് ചെയ്യാണ്, എപ്പോഴെങ്കിലും എനിക്ക് നടക്കാൻ വയ്യാതെയായാൽ നിങ്ങൾ ചുമക്കുക, ഞാൻ മരിച്ചാലും ഏറ്റിക്കൊണ്ടുപോകുക. നിങ്ങൾ എവിടെയാണോ യുദ്ധം ചെയ്യുക അവിടെ കൊണ്ടുപോയിടണം. അവിടെ തന്നെ പറയണം, മരിച്ചാൽ നിങ്ങൾ മരിച്ചാൽ എന്നെ വഴിയിലിടരുത്. മരിച്ചു എന്നിട്ട് കൊണ്ടുപോയി ഏറ്റി. ഏതുവരെ ഏറ്റി? കോൺസ്റ്റാന്റിനോപ്പിളിന്റെ നഗര കവാടത്തിന്റെ അവിടെ മതിലിന്റെ അടുത്താണ് ഖബർ. ആരാ ഖബർ? അബൂ അയ്യൂബ് ആരാ? അബൂ അയ്യൂബ് ആരാന്നറിയോ? അബൂ അയ്യൂബ് തുപ്പായ രാജാവ് തന്റെ കീഴിലുള്ള 400ഓളം പണ്ഡിതന്മാർക്ക് അന്ന് യസ്രിബിൽ താമസിക്കാൻ മാളികപ്പര കെട്ടിക്കൊടുത്തു. അതിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്റെ പേരക്കുട്ടി നബി ജനിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ്. തുപ്പായ രാജാവ് റസൂലുള്ളാഹിന്റെ 1000 കൊല്ലം മുമ്പുള്ള രാജാവാ. ആ രാജാവും വലിയ ലക്ഷക്കണക്കായ പടക്കൂട്ടവും ഇങ്ങനെ പോവാ. അങ്ങനെ കഅബാലയത്തിന് ആദ്യമായി കിസ്വാണിച്ചത് ഈ രാജാവാ. മദീനയിലെത്തിയപ്പോൾ അവിടെ വിശ്രമിച്ചു. അന്ന് മദീനയല്ല, അന്ന് നാടുമല്ല, അന്നൊരു ചതുപ്പുള്ള ഏരിയ. അവിടെ എത്തിയപ്പോൾ വിശ്രമിച്ചു. അപ്പോൾ പിറ്റേന്ന് രാവിലെ പട പുറപ്പെടാനായപ്പോൾ ആ കൂട്ടത്തിലെ പണ്ഡിതന്മാരിലെ കേമന്മാരായ 400ഓളം പണ്ഡിതന്മാർ പറഞ്ഞു, ഞങ്ങൾ പോരുന്നില്ല. എന്തേന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് നുബുവത്ത് വാസനിക്കുന്നുണ്ട്. അവസാന കാലത്ത് നബി ഇവിടെ വന്നിട്ടാണ്, അവിടെയാണ് ഇവിടേക്കാണ് ഹിജറ വരികയാണ്. എന്നാൽ നമുക്ക് ഇവിടെ ഇരിക്കാറും. അങ്ങനെ 1 കൊല്ലം രാജാവ് അവിടെ താമസിച്ചു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ രാജാവിന് പോണല്ലോ, രാജ്യം ഭരിക്കണ്ടേ. അപ്പോൾ 400ഓളം പണ്ഡിതന്മാർക്ക് മാളികപ്പുര കെട്ടിക്കൊടുത്തു. രാജാവ് സ്വർണത്തിൽ എന്തെഴുതി? ഇതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വസിയത്തും എഴുതി കൊടുത്തു. ഞാൻ പോവാണ്, നിങ്ങൾ ആര് നബി വന്നാൽ നബി കൊടുക്കാൻ, ഞാൻ നബിയെ കൊണ്ട് മുസ്ലിം ആയിട്ടുണ്ട് ഇത് പറയണം കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി ജനിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പാണ്. നിങ്ങൾ മരിക്കുമ്പോൾ ഈ കത്തടുത്ത തലമുറക്ക് കൈമാറണം. കൈമാറി വന്നു. പുണ്യ മുഹമ്മദ് മുസ്തഫ 1000 കൊല്ലം കഴിഞ്ഞ് ജനിച്ചു. 53-ാമത്തെ വയസ്സിൽ ഹിജറ വന്നു മക്കേന്ന് മദീനയിലേക്ക്. അന്ന് കത്ത് കൈവശമുള്ള ആളോട് പറഞ്ഞു, ഇങ്ങോട്ടെടുക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ജിസാനെ തുപ്പതിന്റെ കത്തെടുക്ക്. തളർന്നുപോയി. ഇയാളെ കയ്യിലാണ് കത്തുന്നത്. ആർക്കും അറിയൂല. അവർ കേമന്മാർക്കേ അറിയുള്ളൂ, നബിക്കത് അറിയില്ല. കത്തെടുക്കണം. ആ കത്തും കൊണ്ട് 400 ആളെ അവിടെ പാർപ്പിച്ചു. അതിൽ ഏറ്റവും കേമനായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പണ്ഡിതനാണ് ഏറ്റവും വലിയ മാളിക പ്രകട്ടി കൊടുത്തത്. അത് അബൂ അയ്യൂബ് അൻസാരി വല്യാപ്പയാണ്. അവരുടെ 1000-ാമത്തെ കൊല്ലം കഴിഞ്ഞിട്ടുള്ള പേരക്കുട്ടിയാണ് ആര്? അബൂ അയ്യൂബ് അൻസാരി. ആ മാളികപ്പുരയാണ് ഹബീബ റസൂലുള്ളാഹി ഒരുക്കി വെച്ചത്. അപ്പോൾ ഹബീബായ നബി വിട്ടാള്, അതെവിടെ മുട്ടുകുത്തണമെന്ന് അതിനോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഹബീബായ നബി പറഞ്ഞു. لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير الداعي يا نبي يا حبيب سلام عليكم صلوات الله عليكم.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന് വേണ്ടി പിടുത്തം കൂടി ഹലുമ്മയിലൈന യാ റസൂലല്ലാഹ്, നബി എങ്ങോട്ട്. അവസാനം ഒട്ടകത്തിന്റെ കഴുത്തിലേക്ക് തന്നെ കയറിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ, ദഊഹ, ഒട്ടകത്തെ വിടുക, ഫഇന്നഹാ മഅമൂറ, അതെവിടെ മുത്തൂട്ടണമെന്ന് അതിനോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അത് നേരെ പോയിട്ട് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മുറ്റത്ത് അത് മുട്ടുകുട്ടി. അപ്പോൾ ലോകത്തിന് വിവരം കിട്ടി, ഒട്ടകം മുട്ടുകുട്ടെന്ന് പറഞ്ഞാൽ മാനവ സമൂഹത്തിന്റെ സ്റ്റേഷനായിരിക്കും. ആ അബൂ അയ്യൂബാണ്. ഈ അബൂ അയ്യൂബ് പിന്നീട് മരിക്കാൻ വേണ്ടി കോൺസ്റ്റാന്റിനോപ്പിൾ പോയി. ആ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോകുന്നത് AD 7-ാം നൂറ്റാണ്ടിൽ. കോൺസ്റ്റാന്റിനോപ്പിൾ ഉസ്മാനികൾ പിടിച്ചടക്കുന്നത് AD 15-ാം നൂറ്റാണ്ടിൽ, 800 കൊല്ലങ്ങൾക്ക് മുമ്പ്. കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുള്ള യുദ്ധത്തിൽ പലവട്ടം പലരും രാജാവിനെ പിന്തിരിപ്പിച്ചു. പക്ഷേ ഷെയ്ഖ് ഷംസുദ്ദീൻ എന്നൊരു മഹാനായ ഷെയ്ഖ് ഉണ്ടായിരുന്നു. ആ ഷെയ്ഖ് പറഞ്ഞു, ഇന്നലെ രാത്രിയും ഞാൻ അബൂ അയ്യൂബിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, മുന്നോട്ട് പോകണം. ഇസ്താൻബൂൾ പിടിച്ചടക്കിയപ്പോൾ അവര് അയ്യൂബ് സുൽത്താൻ എന്ന് പേരിട്ടു അബൂ അയ്യൂബിനെ. ഇന്നും അയ്യൂബ് സുൽത്താൻ ആ തുർക്കികൾ പറയാ. ആർക്ക്? അവർ രാജാവാരാ? അബൂ അയ്യൂബ്. തുർക്കികൾ പറയാ അയ്യൂബ് സുൽത്താന. അവരെ പള്ളിയുടെ പേര് മസ്ജിദ് അയ്യൂബ് സുൽത്താൻ. അക്ബറിന് കുട്ടിയില്ലാതായപ്പോൾ അക്ബർ സലീം ചിശ്തിയുടെ അടുത്തേക്ക് പോയി. സലീം ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, രാജാവിനോട് പോയി പറഞ്ഞു, ഇങ്ങനൊന്നും കാര്യമില്ല. അപ്പൊ ഇയാൾ ബേജാറാ, എന്തുകൊണ്ട്? അന്ന് ഇന്ത്യ ഭരിക്കുന്ന സുൽത്താനാണ് ആര്? അക്ബർ. നേതാവ്, വേദന രാജാവ്. അപ്പൊ ഇങ്ങനെ മേപ്പോട്ട് നോക്കിയെന്നപ്പോ പറഞ്ഞു, ഇന്ത്യയല്ലട രാജാവ് ഖാജയാണ്. ഖാജയോട് പറഞ്ഞു, ഖാജ മൊയ്ൻ ചിശ്തിയാണ് ഇന്ത്യയുടെ രാജാവ്, മുത്തുനബി അയച്ച രാജാവ്. അവിടെ പോയി പറഞ്ഞു. അക്കൊല്ലം ഭാര്യ പ്രസവിച്ചു, കുട്ടി ഉണ്ടായി. ആദ്യത്തെ കുട്ടിക്ക് സലീം എന്ന് പേരിട്ടു. സലീം ചിശ്തിയുടെ ഓർമ്മ. അതാണ് ജഹാംഗീർ. ഒരു അടിസ്ഥാന കാരണമുണ്ട്. പിന്നീട് 1909 വരെ ലോക മുസ്ലിമീങ്ങളുടെ മഹത്വ സ്റ്റേഷനാണ് ഇസ്താൻബൂൾ. അവിടെ സുൽത്താനെ ആരെ നിയോഗിച്ചു? മുത്തു മുഹമ്മദ് മുസ്തഫ. അള്ളാഹ് റസൂലിന്റെ ഒട്ടകം മുട്ടുകുത്തിയ ആ സ്ഥലത്താണ് പിന്നീട് 900 കൊല്ലത്തോളം മുസ്ലിം ലോകത്തിന്റെ ഒട്ടകം മുട്ടുകുത്തിയത്. വഹാബികൾ മോഡേണിസ്റ്റുകളും ഇത് തകർക്കുന്നവരെ 1909 ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ഉസ്മാനികളല്ലാതെ ആരും പിടിച്ചടക്കിയിട്ടില്ല. എന്നാണ്ട് സ്വഹാബികൾ പിടിച്ചടക്കി കൊടുക്കുന്നു. സ്വഹാബികൾ പിടിച്ചടക്കിയാൽ ഉസ്മാനികളുടെ മഹത്വം ലോകത്തിന് ബോധ്യപ്പെടില്ല. ഇത് പിടിച്ചടക്കിയത് 1453 ആരാണ്? മുഹമ്മദ് അൽ ഫാത്തിഹാണ്. ആ മുഹമ്മദ് അൽ ഫാത്തിഹ് പിടിച്ചടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ എന്താണ്? അബൂ അയ്യൂബിന്റെ ഖബറാണ്. നിങ്ങൾ എന്നെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ് അബൂ അയ്യൂബ് എന്നോട് പറഞ്ഞത്. സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു എന്ന് ഷെയ്ഖ് അഹ്മദ് ഷംസുദ്ദീൻ പറഞ്ഞു. ഇതിന്റെ ഇടയിൽ നൂല് പാഞ്ഞിട്ടുണ്ട്. ആ നൂലാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ. അക്കാലത്ത് എല്ലാ ഒട്ടക കൂട്ടങ്ങളും വന്നിരുന്നത് എങ്ങോട്ടാ? ഇസ്താൻബൂളിലേക്ക്. ഇനി ഒരാൾ ഇവിടെ വരുന്നുണ്ട്. ആര്? ഇമാം മഹ്ദി മക്കയിൽ പ്രത്യക്ഷപ്പെട്ടാൽ അടുത്ത് ഇമാം മഹ്ദി പോവുക ഇസ്താൻബൂളിലേക്കായിരിക്കും. ഇസ്താൻബൂളിലേക്ക് മഹാനായ ഇമാം മഹ്ദി മാർച്ച് ചെയ്താൽ അന്ന് എന്താണ് സംഭവിക്കാന്നറിയും? അന്ന് യൂറോപ്പ് തകർന്നു വീഴും. ഈ യൂറോപ്പ് മുഴുവൻ മുസ്ലിം ഉമ്മത്തിന്റെ കാൽ കീഴിൽ വന്ന ഒരു കാലുണ്ട്. ആ ചരിത്രം തിരിച്ചു വരും. അതിനാണ് ഞാൻ വരുന്നത്. ഇമാം മഹ്ദി വരൂല എന്ന് വഹാബികൾ കുറെ കാലം പറഞ്ഞു നടന്നു. വരൂല. ഹദീസ് മുത്തവാത്തിറായപ്പോൾ നിർവാഹമില്ലാതെയായി. ഒരുപാട് കാലം ഈ ഹദീസിനെ നിഷേധിച്ചു. ഇപ്പോൾ എന്തായി? ഹദീസിനെ നിഷേധിക്കാൻ നിർവാഹമില്ല. ഇനി എന്താ സംഭവിക്കുന്നത് കേട്ടോളൂ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നാൽ ഇമാം മഹ്ദിയോട് ആദ്യമായി യുദ്ധം ചെയ്യുക വഹാബികളായിരിക്കും. എന്തുകൊണ്ട്? അങ്ങനെയൊക്കെ ഇവിടെ നടന്നിരിക്കും. മഹ്ദി ഇമാം വന്നാൽ മഹ്ദി ഇമാമിനോട് യുദ്ധം ചെയ്യുക, ആദ്യമായി യുദ്ധം ചെയ്യുക വഹാബികളായിരിക്കും. ആദ്യത്തെ സൈന്യം വഹാബികളുടേതാണ്. അന്നല്ലാതെ ഫലസ്തീന്റെ പ്രശ്നം തീരൂല. ഒരിക്കൽ തീരൂല. എന്തുകൊണ്ട്? റജുലുണ്ടാവണം. ആൺകുട്ടികൾ വേണ്ടേ? ആൺകുട്ടികൾ. അല്ലാതെ മുസ്തഫാ റസൂലുള്ളാഹിക്കെതിരെ നാടകം ഉണ്ടാക്കുമ്പോൾ, മുസ്തഫാ നബിക്കെതിരെ സിനിമ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പാൽപ്പടിഞ്ഞ് കുറച്ചൊല്ലം വാങ്ങണ്ടെന്ന് പറയലല്ല. പറയുന്ന രാജാവിന് 20 കൊല്ലത്തെ പാൽപ്പടി ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. സുന്നയാണ് ഹക്കായ മാർഗം. അതാണ് ഹക്കായ മാർഗം. അത് കടിപിടിയല്ല. അത് വെറുതെ തലയെ കെട്ടിയിട്ട് നാട്ടുകാരെ പറ്റിക്കലല്ല. തലയെ കെട്ടണമെങ്കിൽ എന്നെ അർഹത വേണം. ദുനിയാവിനെ പറ്റി സുഹൃത്തുണ്ടായാനേ യഥാർത്ഥ തലയെ കെട്ടുന്ന അർഹതയുള്ളൂ. എൻ്റെ കുട്ടികളത് മനസ്സിലാക്കണം. ദീനെ കൊണ്ട് വെക്കരുത്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച എല്ലാ സ്ഥാനമാനങ്ങളും നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്തിച്ചേരും. അത് നിങ്ങൾ അഭിമാനത്തോടെ ഏറ്റെടുക്കും. അതേ സമയത്ത് അല്ലാഹു നിശ്ചയിച്ച സ്ഥാനമാനങ്ങൾ കടിപടി കൂട്ടിയാൽ നിന്യനായി എത്തിച്ചേരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതന്നെ പാഠം നിന്റെ കുട്ടികളോട് പറയുന്നു. ദുനിയാവിന് കണക്കല്ല. ആൺകുട്ടികൾക്ക് അല്ലാഹുവല്ലാത്ത ചിന്തവർക്ക് ഉണ്ടാവില്ല. അവരെല്ലാം പ്രയാസം പരിഹരിക്കും. അല്ലാതെ എങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ നടക്കുക? 100 ചില്ലാനും 100ഓളം 86 എന്നൊരു താരീഖ്, 200 എന്നൊരു താരീഖ്. വലിയ ഭീമമായ പടക്കപ്പലുകൾ
ഇങ്ങോട്ട് കിലോമീറ്റർ 8-10 കിലോമീറ്റർ കരയെ കൂടെ ഒന്തിയിട്ട് കൊണ്ടുപോയിട്ട് മല കയറ്റിയിട്ട് അപ്പുറത്തിറക്കിയിട്ട് അപ്പുറത്തെ കടലിലാക്കിയിട്ട് യുദ്ധം ചെയ്തു. ലോക ചരിത്രത്തിൽ ഇതിന് സമാനമായ സംഭവമല്ല. എന്താ സംഭവം? എന്നിട്ടാണ് അവർ അബൂ അയ്യൂബ് റളിയല്ലാഹുവിനെ ഖബർ കണ്ടെത്തിയത്. ആ അബൂ അയ്യൂബ് റളിയല്ലാഹുവിന്റെ വീട്ടുമുറ്റത്താണ് ഹബീബിന്റെ ഒട്ടകം മുട്ടൂത്തിയെന്ന് മാത്രമല്ല, ആ വീട്ടിലാണ് മുസ്തഫ നബി സ്വന്തം വീടുണ്ടാക്കുന്നവരെ പാർത്തത്. ആ വീട്ടിലെ പാർത്ത് ആരും നബിയും സിദ്ദീഖും സയ്യിദുനാ മുത്ത് മുഹമ്മദ് മുസ്തഫയും മഹാനായ സിദ്ദീഖുൽ അക്ബറും റളിയല്ലാഹു അൻഹു അവരവിടെ പാർത്ത് മുത്തുനബിയും സയ്യിദുനാ സിദ്ദീഖും. ഇന്ന് നമ്മള് വലിയ വലിയ മശായിഖന്മാരൊക്കെ എന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ മേക്ക് പോയിട്ട് അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങും ഭക്ഷണം. ഈ സുന്നത്ത് അബൂ അയ്യൂബ് അൻസാരിയുടേതാണ്. ഭക്ഷണം റസൂല കുഴച്ചാൽ മേക്ക് പോയി കൈകോട്ടും, വീട്ടുകാർക്ക് വേണ്ടി റസൂല കുഴച്ച ഭക്ഷണം കൊടുത്തേക്കും. ഇതൊക്കെ അബൂ അയ്യൂബിന്റെ രീതിയാണ് റളിയല്ലാഹു അൻഹു. തന്നെ അദബ്, വല്ലാത്ത ഇക്റാം മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇതാണ് അഹ്ലുസുന്ന. ഇതാണ് അഹ്ലുസുന്ന. അഹ്ലുസുന്ന എന്നാൽ ആദാബാണ്. പക്ഷേ മുന്നിലുള്ളവർ ദുനിയാവിന്റെ കടിപിടികൾ ഒഴിവാക്കണം. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വന്തം ഷേഖിന് എഴുതിയ ഒരൊറ്റ കത്ത് ഞാൻ വായിക്കാം. എന്തിനെ നിങ്ങൾ നിന്നു കൊടുത്തു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നു കൊടുത്തില്ലെങ്കിൽ ഞാൻ ഫലസ്തീൻ ജൂതന്മാർക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ ഇരിക്കുമ്പോൾ ഫലസ്തീൻ ജൂതന്മാർക്ക് കൊടുക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ വാപ്പമാരോട് എന്ത് പറയും അള്ളാഹിന്റെ കോടതിയിൽ? ഹിജ്റ 1329 ഏപ്രിൽ 22 ഈ കത്തെഴുതുന്നത്. എന്താ കത്തിലുള്ള? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ കത്താണ്. ഞാൻ എന്തുകൊണ്ട് എനിക്ക് സ്ഥാനഭ്രഷ്ടനാകാൻ വിരോധമില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട്? ഞാനതിന്റെ കാരണം നിങ്ങളിലേക്ക് അറിയിക്കാം. എന്റെ എല്ലാ കാര്യത്തിന്റെയും കൈകാര്യം ചെയ്യുന്ന എന്റെ റൂഹിന്റെ പോലും അതിന്റെ ഫയലാനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഷേഖായ എന്റെ ഷേഖ് ഞാൻ കത്തേക്കാണ്. ബഹുമാനപ്പെട്ടവരെ, ഇലാ ഷേഖ് അഹ്ലി അസ്രിഹി അശ്ശേഖ് മഹ്മൂദ് അഫൻഡി ബിശ്ശമാത്ത് വഉഖബ്ബിലു യദൈഹി അൽ മുബാറകതൈൻ. ആ രണ്ട് കൈകളും ചുംബിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം അങ്ങയുടെ മുന്നിൽ വെക്കുന്നു. ഇത് പുറത്താക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം എഴുതിയ കത്താണ്. ഇന്നനീ ബിതൗഫീഖില്ലാഹ് മുദാമിമുൻ അലാ ഖിറാഅത്തിൽ ഔലാദി ശാദുലിയ ലൈലൻ വനഹാറാ. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മുദാമിമുൻ അലാ ഖിറാഅത്തിൽ ഔലാദി ശാദുലിയ ശാദുലി ത്വരീഖത്തിലെ വിറുദുകൾ ഞാൻ കൃത്യമായി ചെല്ലുന്നുണ്ട്. ലൈലൻ വനഹാറാ, രാത്രിയിൽ ചെല്ലേണ്ട വിറുദ് രാത്രിയിലും പകൽ ചൊല്ലേണ്ട വിറുദ് പകലിലും ചൊല്ലുന്നുണ്ട്. ഞാന് എന്ത് പ്രശ്നമായിട്ടും എന്റെ വിറുദുകൾ ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല. നിങ്ങളുടെ ഹൃദയത്തിനുള്ള ദുആക്ക് ഞാൻ എപ്പോഴും ആവശ്യമുള്ളവനാണ്. ബിസൂറത്തിൻ ദായിമ ബഅദ ഹാദിഹിൽ മുഖദ്ദിമ ലിറസാദത്തിക്കും വഇലാ അംസാലിക്കും അസ്ഹാബിസ് സമാഹ വൽ ഉഖൂലിസ് സലീമത്തിൽ മസ്അലത്തിൽ മുഹിമ്മത്തിൽ ആതിയ കഅമാനത്തി ബിദിമ്മത്തി താരീഖ്. താരീഖിലെ അമാനത്ത് പോലെ ഒരു മഹത്തായ കാര്യം ഞാൻ നിങ്ങളെ മുന്നിൽ സമർപ്പിക്കുക. എന്താ പറയുക? ഇന്നനി ലം അതഖല്ലി അനിൽ ഖിലാഫ. ഞാൻ ഖിലാഫത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറായത് ലിസബബിമ്മ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയല്ല. സിവ അന്നനി ബിസബബിൽ മുലായഖത്തി മിൻ റുഅസാഇ ജംഇയത്തിൽ ഇത്തിഹാദിൽ മഅറൂഫ. ഇതാ യുവതുർക്കികളും ബന്ധപ്പെട്ട ആളുകളും എന്നെ നിർബന്ധിച്ചു. എന്തിനാ നിർബന്ധിച്ചത്? എന്തിനാണ് അവരെന്നെ നിർബന്ധിച്ചത്? ഇന്ന ഹൗലായി ഖദ് അസറു വഅസറു അലയ്യ ബിഅൻ ഉസാദിഖ അലാ തഅസീസി വതനി ഖൗമി ലിൽ യഹൂദ് ഫിൽ അർദിൽ മുഖദ്ദസ അർദി ഫലസ്തീൻ. രണ്ടാമൊരു കാര്യം നിങ്ങൾ ചെയ്യണം. ഒന്നിരിക്കൽ ഫലസ്തീൻ ജൂതന്മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഖിലാഫത്ത് ഒഴിവാക്കി പോകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിൽ. അപ്പോൾ ഞാൻ രണ്ട് കൽപ്പിച്ച് ആയിക്കോട്ടെ, ഫലസ്തീൻ ഞാൻ കൊടുക്കൂല, ഒഴിവായി പോകുക. അസറു വഅസറു അലയ്യ, എന്റെ മേൽ രണ്ട് കൂട്ടരാണ് നിർബന്ധിച്ചത്. മൂന്ന് കൂട്ടർ, ഒന്ന് യുവതുർക്കികൾ, ഒന്ന് വഹാബികൾ, ഒന്ന് ബ്രിട്ടൻ. എന്റെ മേൽ അവർ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. എന്റെ ജനതയുടെ നാട് യഹൂദികൾക്ക് എഴുതി കൊടുക്കാൻ. അവര് വീണ്ടും ഫലം അക്ബൽ ബിസൂറത്തിൻ ഖത്ഇയ്യ, ഒരിക്കലും നടക്കൂല എന്ന് ഞാൻ. അഖീറൻ വഅദു, അവരെന്നോട് പറഞ്ഞു ബിതഖ്ദീമി 150 മില്യൺ ലിറ ഇംഗ്ലീസിയ ദഹബൻ, 150 മില്യൺ ഗോൾഡ് ഏറെ തരാം എന്ന് അവർ എന്നോട് പറഞ്ഞു. ഫറഫൽതു, അപ്പോഴും പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് പണം വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് ഫലസ്തീൻ എന്റെ ഉമ്മത്തിന്റെ കയ്യിൽ, ഹബീബായ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ കയ്യിൽ നിന്നാൽ മതി. ഇന്നകും ലൗ ദഫഅതും മിൽ അദ്ദുനിയ ദഹബൻ ഫളലൻ അൻ 150 ലിറ, നിങ്ങൾ 150 മില്യൺ സ്വർണ്ണ കോയിൻ എനിക്ക് തരുന്നതിന് പകരം അല്ല. ദുനിയ മുഴുവൻ സ്വർണ്ണമാക്കി തന്നാലും ഫലൻ അഖ്ബല
ബിതക്ലീഫിക്കും, നിങ്ങൾ എന്ത് നിർബന്ധിച്ചാലും ഞാൻ അത് സ്വീകരിക്കുകയില്ല. ബിവജ്ഹിൻ ഖതഇൻ, എന്തുകൊണ്ട്? ലഖദ് ഖദംതുൽ മില്ലത്തൽ ഇസ്ലാമിയ്യ വൽ ഉമ്മത്തൽ മുഹമ്മദിയ്യ മാ യസീദു അൻ 30 സന. ഞാൻ 30 കൊല്ലത്തോളം ഈ ഭരണാധികാരിയായി ഇരുന്നിട്ട് ഫലം അസ്വദ സ്വഹായിഫൽ മുസ്ലിമീൻ അബാഇ, എന്റെ ബാപ്പമാരുടെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളെ കറുപ്പിച്ചിട്ടില്ല. വഅജ്ദാദി, എന്റെ വല്യാപ്പമാരുടെയും എന്റെ ബാപ്പ വല്യാപ്പമാര് എഴുതി വെച്ച അവരുടെ താരീഖ്, ലോകം അവരെ പറ്റി എഴുതിയ ആ മഹത്തായ താരീഖ് ഞാൻ കറുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ല. എന്നാ പുറത്താക്കണം. അപ്പോൾ പുറത്താക്കി. അങ്ങനെയാണ് അദ്ദേഹത്തെ ഗ്രീസിലേക്ക് നടത്തിയത്. വിശദമായ ഒരു കത്താണ് പിന്നീട് ഞാൻ വിശദീകരിക്കും. അപ്പൊ നിങ്ങൾ അതന്നെ പ്രശ്നം. ഫലസ്തീന് കരുതി കുട്ടി മുസ്ലിങ്ങൾ കൊടുത്താണ്. ഫലസ്തീൻ വെച്ചാ നമ്മൾ എവിടെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഇവിടുന്ന് പോയി, എങ്ങനെ പോയി എന്നെ ചിന്തിക്കട്ടെ. ഫലസ്തീൻ മുസ്ലിമീങ്ങൾ കൊടുത്തതാണ്. വഹാബികളും മോഡേണിസ്റ്റുകളും കൂടി ബ്രിട്ടനുമായി ഒത്തുകളിച്ചു കൊടുത്തതാണ് ഫലസ്തീൻ. ഇതൊക്കെ പിന്നുള്ളത് മുതലക്കണ്ണീര ഇനി വരില്ല. അവര് ഹറമിൽ നിന്ന് 1000 കൊല്ലം നേർന്നാലും ഫലസ്തീൻ തിരിച്ചിട്ടില്ല. ഇന്നത്തെ ഇമാമുകാർ, ഇന്ന് ഹറമിൽ ഇമാമത്ത് നിൽക്കുന്ന മൗലാനമാർ 1000 കൊല്ലം ഹറമിൽ ഇമാമത്ത് നിന്ന് ദുആ ചെയ്താലും ഫലസ്തീൻ തിരിച്ചിട്ടില്ല. എനിക്ക് കിട്ടണ്ടേ? ആ ജാതി ദുആ അല്ലേ മക്കത്തെ ദുആർക്കണം. സലാസുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 ആളെ ദുആ ഒരിക്കലും തള്ളുകയില്ല. ദുആഉൽ ഇമാമിൽ ആദിലിൻ, നീതിമാനായ രാജാവ് ദുആർന്നാൽ തള്ളൂല. 1948 മുതൽ മേ എന്നാണ് കരയണ തിരിച്ചിട്ടില്ല. അള്ളാഹു സ്വീകരിച്ചു. എന്തുകൊണ്ട്? നീതിമാനല്ലടൂ, കള്ളന്മാരാണ്. അവിടെ ആൺകുട്ടി വന്നാലോ എപ്പപ്പെട്ടു. 1000 കൊല്ലം ആർക്കൊന്നും വേണ്ട. ആൺകുട്ടി റുക്കുനുൽ യമാനിയുടെയും റുക്കുനുൽ ഹജർ അസ്വദിന്റെയും ഇടയിൽ വന്നിട്ട് ഒറ്റ ദുആ നടത്തും. കഥ കഴിയും. കാട്ടടയും. എന്റെ അത് റജുലാണ്, മറ്റേ നാടകമാണ്. ഹയ്യു യാ ഖയ്യൂമു യാ മൻ കുല്ലമാ നാദാഹു മുൽതറുൻ അജാബ ദുആഹു. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമായവനെ, ഹയ്യും ഖയ്യൂമായവനെ, നാദാഹു മുൽതറുൻ അജാബ ദുആഹു. ഒരു കുടുങ്ങിയ ഒരു വ്യക്തി ഒരു ദുആ നടത്തിയാൽ ഉടനെ ഉത്തരം കൊടുക്കുന്നവനെ, അവനല്ലേ ആര്? അല്ലാഹ്. അമ്മ യുജീബുൽ മുൽതറ, ബുദ്ധിമുട്ടിയവൻ ദ്വാർന്നാൽ ഉടനെ ഉത്തരം കൊടുക്കുന്നവൻ. 4 സിഫത്താണ്. അല്ലാഹുവിന്റെ സിഫത്താണ്. അപ്പൊ പിന്നെ ഈ 80 കൊല്ലം എന്ന് പറഞ്ഞു കുടുങ്ങിയതല്ല, അത് കുടുങ്ങിയതല്ല, നാട്ടുകാരെ കാണിക്കാനാണ്. മൊരിയങ്ങായിമാരാണ്. തല നിലനിർത്തലല്ല നമ്മളെ ബാധ്യത, റൂഹ് മുഖദ്ദസായി നിലനിർത്തലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവനാരാ? യാ ഹയ്യു യാ ഖയ്യൂമു യാ മൻ കുല്ലമാ നാദാഹു മുൽതറുൻ അജാബ ദുആഹു അൻതൽ ജലീലുൽ ഫർദു വസ്സമദുൽ ലദീ യുതിൽ ലദീ യദ്ഉഹു കുല്ല മുനാഹു. അൻതൽ ജലീലുൽ ഫർദു വസ്സമദുൽ ലദീ, നീ ആരാണ്? നീ ജലീലാണ്. അൽ ഫർദു, ഏറെ വളർമയുള്ളവൻ നീയാണ്. അൽ ഫർദു, ഏകൻ നീ ഒരാൾ മാത്രമാണ്. അസ്സമദു, അന്യാശ്രയം ഇല്ലാത്തവനും ഏതൊരാളും ആശ്രയിക്കുന്നവനും നീ ഒരാളാണ്. അല്ലദീ, ആരാണ് നീ എന്നറിയോ? ആരാണ് നീ? ഞങ്ങൾക്ക് യുഅ്തിൽ ലദീ യദ്ഉഹു കുല്ല മുനാഹു, ഏതൊരു ആഗ്രഹം പറഞ്ഞ് ദുആ ചെയ്താലും ദുആ വായി പൂടുന്നതിനും ഉത്തരം നൽകുന്നവനാണ്. ആര്? അല്ലാഹ്. എന്നിട്ട് എന്താടാ ഈ താടിവാലന്മാര് 80 കൊല്ലം കഅബയെ തൊട്ട് കരഞ്ഞിട്ടും ഉത്തരം കിട്ടാത്തത്? നിങ്ങൾ മുത്തുനബിനെ കളവാക്കാൻ പാടില്ലല്ലോ. മുത്തുനബി ഖുർആൻ മുത്തുനബി എന്താ പറഞ്ഞു? നിങ്ങൾ ആത്മാർത്ഥമായി ഒരു ദുആ നടത്തിയാൽ അല്ലാഹു അത് സ്വീകരിക്കും, ഉടനെ സ്വീകരിക്കും. അമ്മ യജീബുൽ മുൽതറ, ഏത് ബുദ്ധിമുട്ടിയോനും ദുആർന്നാൽ ഉടനെ ഉത്തരം. 3 ആളെ ദുആ ഒരിക്കലും തള്ളൂല. നീതിമാനായ ഭരണാധികാരിയുടെ ദുആ തള്ളൂല. ഈ രാജാക്കന്മാരും ഈ അറബ് ശൈഖന്മാരും 1948 മെയ് 14 മുതൽ ദ്വാരക്കുക. ഇപ്പോഴും നമ്മൾക്ക് ഇക്കൊല്ലം കൊന്നിട്ടുണ്ട്, റമളാൻ മാസത്തിൽ തല്ലിയിട്ടുണ്ട്. എന്ത്? ഇനി ഇവിടെ ആൺകുട്ടി വരും, പ്രശ്നം വരും, വന്നാൽ മതി, വന്നാൽ തന്നെ തീരും. ഒന്നും ചെയ്യണ്ട, വന്നാൽ തീരും. ഇത് കഅബാലയത്തിന്റെ തൊട്ട് നിന്നിട്ടാണ് കരഞ്ഞത്. ഇങ്ങനെ കഅബാലയത്തിന്റെ തൊട്ട് നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞ് ദ്വാരന്ന് പോകുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു പണ്ട്. അവരാണ് ബദറിൽ തോറ്റത്. മുത്തുനബി അതിനൊന്നും പോയില്ല, മുത്തുനബി ആണ് ഇറങ്ങിപ്പോയി. പക്ഷെ ആ സത്യമുണ്ട്. മഹദി വരുമ്പോൾ ലോകം മുഴുവനും മഹദിയുടെ കീഴിലായിരിക്കും എന്ന് പുണ്യ റസൂൽ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അദ്ദേഹത്തിന് ആയുധം എന്തായിരിക്കും? ഫഖാല സിലാഹുഹു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് സ്വർഗം കിട്ടാൻ ചെല്ലല്ല, അള്ളാഹിനുള്ള മഹബത്താണ്. ഒരു സ്വർഗം കിട്ടാൻ ദിക്റിനല്ല, അത് അള്ളാഹിനെ കിട്ടാൻ ദിക്റില്ല. മഹദിന്റെ ഇത് ഈ ഹദീസ് ഇബ്നു മാജയിലുണ്ട്. ഫമാ സിലാഹുഹു യാ റസൂലല്ലാഹ്, മഹദി ഇമാം വന്നാൽ മഹദി ഇമാമിന്റെ ആയുധം എന്തായിരിക്കും നബിയെ?
അപ്പോൾ പറഞ്ഞു സിലാഹുഹു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇതന്നെ ആയുധം. അതുകൊണ്ട് അവരെന്നിറങ്ങിയാൽ പൊട്ടി തകരല്ലോ. എന്തേ? അള്ളാഹിന്റെ ആളുകളാ, അവരെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. സമയമായി തുടങ്ങി, മഹ്ദി ഇമാം വരും, യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ പകലാണെങ്കിൽ മഹ്ദി ഇമാം ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇമാം മഹ്ദി ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇവരെന്നെയും സമയമായിട്ടുണ്ട്. എന്റെ അടയാളമാണ് ഈ ക്ലാസ് അടക്കം. ഈ ക്ലാസ് ഒരു 10 കൊല്ലം മുമ്പ് നടക്കാത്തത് നടക്കണം. സമയമായി തുടങ്ങി. അടുത്ത മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മഹ്ദി ഇമാം വരുമ്പോൾ ഷാം വെണ്ണീറായിരിക്കും. ഷാം ഇന്ന് വെണ്ണീറാണ്. തകർന്ന് തരിപ്പണാണ് ഷാം. എല്ലാം 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 എല്ലാം. അന്ന് ചതിയന്മാരോട് കൂടി മുസ്ലിം നേതാക്കന്മാർ വലിയ ബന്ധത്തിലായിരിക്കും. സാധുക്കളായ ജനങ്ങൾ നിങ്ങൾ കേൾക്കും, സാധുക്കളായ ജനങ്ങൾ വേർക്കണില്ലേ? സാധുക്കളായ ജനങ്ങൾ വേർന്നിട്ട് സാമൂഹിക കാര്യങ്ങൾ നേട്ടണ്ടാവില്ല. അത് ഭരണാധികാരി മേലുള്ളവരും വേർക്കണം. അനുയായി 1000 കൊല്ലം നേർന്നിട്ട് കാര്യമല്ല, നേതാവ് ഒറ്റ നേർന്നാൽ മതി. കസഖ്റത്തിൻ അലാ വജ്ഹിൽ മാ എന്ന് മുഹമ്മദ് മുസ്തഫ. പലപ്പോഴും നേതാക്കന്മാർ കനാലിന്റെ മുഖത്ത് വെച്ച പാറക്കല്ല് പോലെ ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ലാ തശ്റബുൽ മാ ലാ വലാ തകിൻ തംനഉൽ മാ. ഈ കല്ല് ബേക്കിലുള്ളവർക്ക് വെള്ളമൊട്ട് കൊടുക്കുകയുമില്ല, എന്നാൽ വെള്ളമൊട്ട് കുടിക്കുകയുമില്ല. പലപ്പോഴും ചില നേതാക്കന്മാർ പാറക്കല്ല് പോലെ, കനാലിന്റെ മുഖത്ത് വെച്ച പാറക്കല്ല് പോലെ ഉള്ള നേതാക്കന്മാരുള്ള കാലത്ത് ഒരു പുരോഗതിയും സമുദായത്തിൽ ഉണ്ടാവില്ല. അവർ വെള്ളം കുടിക്കില്ല, വെള്ളം കൊടുക്കില്ല. അള്ളാഹുലേക്ക് മടങ്ങുക, ചെയ്യുന്നൊക്കെ ആത്മാർത്ഥമാവുക. സമയമൊക്കെ ആയിട്ടുണ്ട്, ഇതൊക്കെ പരിഹാരം ഉണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വെളുക്കുന്നതിന് മുമ്പ് ഇരുട്ടൊന്ന് കട്ടികൂടും. ആ ഇരുട്ടപ്പുള്ളത് നക്ഷത്രങ്ങൾ അല്പം നീങ്ങി പോകും. നേരം വെളുക്കുന്നതിന് മുമ്പ് അപ്പൊ ലേശം എന്തുണ്ടാവും, ഇരുട്ടുണ്ടാവും. ആ ഇരുട്ടപ്പുറമാണ്. ഈ ഇരുട്ടിന്റെ തെളിവാണെന്ത്? അടുത്ത് വിളിച്ച വരമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് ചരിത്രാവബോധം ഇല്ലാത്തൊരു ജനതയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതിന് ഉമ്മത്തിനെ സജ്ജീകരിക്കുക മാത്രമാണ്. ഇതൊരു നിയോഗം പോലെയുള്ള ഒരു പ്രഭാഷണം, ഇതൊരു നിയോഗത്താൽ നടന്ന ഒരു പ്രഭാഷണമാണ്. ഞാൻ ഇതിന്റെ 20ാമത്തെ പ്രസംഗവും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. 99 ഖലീഫമാർ മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. 100ാമത്തെ ഖലീഫ ഇമാം മഹ്ദിയാണ് റളിയല്ലാഹു അൻഹു. അത് മദീനയിൽ നിന്ന് തുടങ്ങി മദീനയിലേക്ക് മടങ്ങും. ആദ്യത്തെ ഖലീഫ മദീനക്കാരന്, മദീനയിൽ നിന്നാണ് തുടങ്ങിയത്. അവസാനത്തെ ഖലീഫ മദീനയിൽ ജനിക്കും. അവസാനത്തെ ഖലീഫ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചിട്ടുണ്ട്. മഹ്ദി ജനിച്ചിട്ടുണ്ട്. ഇമാം മഹ്ദി ജനിച്ചിട്ടുണ്ട്, യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് അഹ്ലുസുന്നയോട് ചേർന്ന് നിൽക്കുക. അഹ്ലുസുന്നയാണ് ഹഖായ മതം. ശാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി, അശ്അരി, മാതുരിദി, ഇതാണ് മുഅ്മിനീങ്ങളുടെ മാർഗം. ഖാദിരി, റിഫായി, ചിശ്തി, സുറവർദി, ഇതൊക്കെയാണ് മുഅ്മിനീങ്ങളുടെ മാർഗം. ഇതൊക്കെ ആരിഫീങ്ങളുടെ മാർഗമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മാർഗമാണ്. അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കാതിരിക്കുക. നമുക്കറിയാത്തത് അറിയില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാത്ത പല കാര്യം നമുക്കത് അറിയില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാത്ത പല കാര്യങ്ങളും നമുക്കറിയില്ല, എനിക്കതിനെ പറ്റി അറിയില്ല. അല്ലാഹു അഅലം. എന്നാൽ ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നോ അവർ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ സഹായം വരുന്ന ഒരു വർഷവുമാണ് ഈ വർഷം. ഇനിയുള്ള വർഷങ്ങളും അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒറ്റക്ക് ദുആ ചെയ്തോളൂ, പരിഹാരം ഉണ്ടാവും. തീർച്ചയായും പരിഹാരം ഉണ്ടാവും. ഈ പറക്കലൊക്കെ നീങ്ങിപ്പോ മുസ്ലിം ഉമ്മത്തിന് വലിയൊരു പുലരി വരാൻ പോകുന്നുണ്ട്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ പുലരി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ സന്തോഷകരമായി യോജിച്ച് നീങ്ങുന്ന ഒരു പുലരിയാണ്. ഇമാം മഹ്ദി വന്നാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യോജിച്ച് മുന്നോട്ട് പോകും. ജൂതന്മാർ, ഞങ്ങളോട് പറഞ്ഞ ഓർത്തഡോക്സ് ജൂതന്മാർ 80%. എത്ര? 20% മാത്രമേ എൻ്റെ ഉള്ളൂ. വഹാബി ജൂതന്മാർ, അവരാണ് സിയോണിസ്റ്റുകൾ. നമ്മളെ കൂടെ തന്നെ ഓർത്തഡോക്സ് മുസ്ലിംസ് ആണ്. അത് സുന്നികൾ 80%. ഇതിലെ സിയോണിസമാണ് ആര്? വഹാബികൾ. ഇത് എന്ത് ചെയ്യുന്നറിയും? അവരുടെ ചില പ്രത്യേക ചതികൾ കൊണ്ട് ഉമ്മത്തിനെ ഭരിക്കും. മഹ്ദി ഇമാം വന്നാൽ ഓർത്തഡോക്സിന് വീണ്ടും അധികാരം വരും. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും ഓർത്തഡോക്സ് ജൂതന്മാരും മുസ്ലിങ്ങളും, ഓർത്തഡോക്സ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പേരിനെ മാത്രമല്ല, നന്മ പുരണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരും ഹിന്ദുക്കളും എല്ലാവരും ഒരു നേതാവിന്റെ കീഴിൽ നിൽക്കും. ആ നേതാവ് ഭൂമിയിൽ നീതി നടപ്പിലാക്കും. ആ നേതാവ് ഒരു മതത്തെയും ദ്രോഹിക്കൂല. ഈ ഭൂമിയിൽ എല്ലാവരെയും മുസ്ലിമാക്കാൻ വേണ്ടിയല്ല ഈസാ നബി വരുന്നത്, നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ എല്ലാവരും മുസ്ലിമാകാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. പിന്നെ എന്തിനാ ഇവര് ചെയ്യുന്നത്? ഈ മഹ്ദി ഇമാം വരുമെന്ന് പറയുമ്പോഴത്തിന് ആരും ബേജാറാകണ്ട. ലോകത്തെ ആളുകളെ മുസ്ലിമാക്കാനല്ല മഹ്ദി ഇമാം വരുന്നത്. മഹ്ദി ഇമാം ഹിന്ദുവിനും ജൂതനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മതമില്ലാത്തവനും എന്ത് കിട്ടണം? നീതി കിട്ടണം. എല്ലായിടത്തും അള്ളാഹുവിന് ഇസ്മു ഫായിലാണ് അവന്റെ സിഫത്തെങ്കിൽ നീതിയിൽ മസ്ദറാണ് അൽ അദ്ൽ. റഹ്മാൻ, റഹീം, അതൊക്കെ കർത്തൃനാമമാണ്. എന്നാൽ നീതി അടുത്തെത്തിയപ്പോൾ അവന്റെ പേര് ആദിലല്ല, ആദില, നീതി. വേറൊരുത്തൊക്കെ കർത്തൃനാമമാണ്. ഗുണം ചെയ്യുന്നവൻ, സഹായം ചെയ്യുന്നവൻ,
കരുണ ചെയ്യുന്നവൻ, പ്രതാപം നൽകുന്നവൻ, ധനം നൽകുന്നവൻ. നീതിന്റെ അവിടെ എത്തിയാൽ ചെയ്യുന്നവനല്ല, നീതി. എന്താ അള്ളാഹ്ക്ക് ആവശ്യം? നീതി. അള്ളാഹു നമുക്ക് നീതി തരട്ടെ, നീതിയുള്ള ഭരണാധികാരികളെ തരട്ടെ. നീതി കിട്ടും, നീതി തന്നെ കിട്ടും, ലോകം മാറും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും സദാ ദുആ ചെയ്യാം. അന്യമതക്കാരോട് എന്തെങ്കിലും ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ വരുന്ന ചില മോശപ്പെട്ട ചില കമന്റുകളുണ്ട്, ചില അരുതാത്ത വാക്കുകൾ. ഒരിക്കലും നേതൃസ്ഥാനത്തുള്ള ആളുകൾ, അവരേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണെങ്കിലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ നേതാക്കൾ പറയുമ്പോൾ സമൂഹം നശിച്ചു. അങ്ങനെയുള്ള ചില വാക്കുകൾ ഈ അടുത്ത ദിവസം കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞത് ഈ ഒരു സദസ്സിൽ ഞാനത് പറയും. പക്ഷെ നിങ്ങളിൽ നിന്ന് ഇത് വരാൻ പാടില്ല. പക്ഷെ എനിക്ക് എന്റെ സമുദായത്തോട് പറയാനുള്ളത്, എന്റെ മുന്നിലുള്ളവർ നിങ്ങൾ പ്രതികരിക്കരുത്. അവർക്ക് ചരിത്രം തിരിച്ചടി നൽകും. അതായിരിക്കും തിരിച്ചടി നമ്മളെന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ പ്രധാനമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഒരുമയും സ്നേഹവും. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഉറക്കപ്പറ അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു അതല്ലേ നമ്മൾ ഏറ്റവും വലിയ പ്രധാനം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വ്യത്യാസമില്ലാത്ത ഒരുമയും സ്നേഹവും, അതാണ് നമുക്ക് ആവശ്യം. അതാണ് നമ്മൾ ആവശ്യം. ഒരു പെരുന്നാളിന്റെ ഭക്ഷണം കൂടെ കഴിച്ച ഒരു ചരിത്രം, പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകണം. അതൊക്കെ ഇവിടെ ഇല്ലാതാക്കി ഇന്നത്തെ പുത്തൻ കൂറ്റുകാരാണ്. അവരൊക്കെ സിമ്പിളുകളാണ് ആളുകളാണ്. അതല്ല മതം. മതം എന്നാൽ സ്നേഹവും ബഹുമാനവും പരസ്പര പൊരുത്തവുമാണ്. ഏതോ രാഷ്ട്രീയ നേതാവിന് തനക്ക് വെളിവില്ലാത്തതായി എന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഈ റമദാൻ 30 ആകുമ്പോഴും ഈ ബോധങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നോമ്പിന് അള്ളാഹു തആല പ്രതിഫലം തരില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഹിന്ദുക്കളെ കൊല്ലാനല്ല മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഇസ്ലാം നൽകിയത്, ഹിന്ദുക്കളോട് ശത്രുത കാട്ടിക്കാനും അല്ല. പകരം എന്താ? അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. അള്ളാഹു റഹ്മാനാണ്. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും കരുണ ചെയ്യുന്നവനാണ് ആര്? പിന്നെ കോടതിയിൽ നീ ജയിക്കും ഞാൻ ജയിക്കും ആര് പറഞ്ഞു? ഞാൻ മുസ്ലിമാണ്, ഞാൻ കോടതി ജയിക്കുന്ന ആര് പറഞ്ഞു? അള്ളാഹിനോട് പറയാം, പഠിച്ചോനെ ജയിക്കാൻ തൗഫീഖ് കൊണ്ട. അത്രേ ഉള്ളൂ. മദ്ഹബ്ന ഹി സികാത ആപ്പസ് മേ ബൈർ റഖ്ന. പരസ്പരം പൊരുതാനും പോരടിക്കാനും ഒരിക്കലും മതം പഠിപ്പിക്കുന്നില്ല എന്ന് നമ്മെ പഠിപ്പിച്ചത് ഏറ്റവും വലിയ മതമറിയുന്ന മനുഷ്യനാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അല്ലേ? 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഇസ്ലാമിക സൂഫിസത്തിന്റെ പ്രതീകമാണ് ആര്? അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം ഇശ്ഖുർ റസൂലാണ്. അദ്ദേഹത്തിന്റെ കവിതയാണ് എന്ത്? മദ്ഹബ്ന ഹി സികാത ആപ്പസ് മേ ബൈർ റഖ്ന. പരസ്പരം പൊരുതാനും വൈരികളാകാനും ഒരിക്കലും മതം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഫിലോസഫി, ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ പാരഗ്രാഫ് അതാണ്. ഒരിക്കലും മതം മനുഷ്യനെ മറ്റൊരു മതക്കാരനെ ശത്രുവാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ആ സ്നേഹത്തിലും ബഹുമാനത്തിലും മുന്നോട്ട് പോകും.